അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അൽ ഹിമായ വെർച്വൽ അക്കാദമി സംഘടിപ്പിക്കുന്ന ഷിഫ ഖുർആൻ തഫ്സീർ ക്ലാസിൻ്റെ 4-ാമത്തെ ദിവസത്തിലാണ് അൽഹംദുലില്ലാ നമ്മളുള്ളത്. സൂറത്തുൽ മുൽക്കിലെ 4-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വലിയ സൃഷ്ടിപ്പായ ആകാശത്തിൻ്റെ അത്ഭുതത്തെക്കുറിച്ചാണ് കഴിഞ്ഞ വചനത്തിൽ അല്ലാഹു നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ആ സൃഷ്ടിപ്പ്, ആകാശമെന്ന സൃഷ്ടിപ്പ്, അതിലേക്ക് നോക്കാനും അതിലേക്ക് നോക്കിയാൽ ഒരു ന്യൂനതയും തഫാവുത്ത്, ഒരു ന്യൂനതയും ഒരു വീഴ്ചയും കണ്ടെത്താൻ മനുഷ്യ നിനക്ക് സാധിക്കുകയില്ല എന്നല്ലാഹു ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞതിന് ശേഷം വീണ്ടും അതേ വിഷയം അല്ലാഹു ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. അതാണ് 4-ാമത്തെ വചനത്തിലുള്ളത്. സുമ്മർജിഇൽ ബസറ കറത്തൈനി യൻഖലിബ് ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ. എന്താണ് നമ്മൾ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുന്നത് എന്താ? സുമ്മർജിഇൽ ബസറ, സുമ്മ പിന്നെ, റുജിഅ നീ മടക്ക്, അഥവാ വീണ്ടും നീ മടക്ക്, അൽ ബസറ നിൻ്റെ കാഴ്ചയെ, കറത്തൈൻ 2 തവണ നീ മടക്ക്. മറത്തൈൻ എന്ന അർത്ഥമാണ് ഇവിടെ ഉള്ളതെങ്കിലും കേവലം 2 തവണ മാത്രം നോക്കി നിർത്തണം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് വീണ്ടും വീണ്ടും എത്ര തവണ നീ നോക്കിയാലും, എത്ര തവണ നിൻ്റെ കാഴ്ചയെ നീ മടക്കുകയാണെങ്കിലും എന്നർത്ഥത്തിലാണ്. കറത്തൈൻ ആവർത്തിച്ച് എന്ന അർത്ഥമാണ്. പദത്തിനർത്ഥം 2 തവണ എന്നാണെങ്കിലും ആവർത്തിച്ചാവർത്തിച്ച് നോക്കുക എന്നതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എത്ര നമ്മൾ നോക്കിയാലും നമ്മുടെ കണ്ണ് തളരുക എന്നതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആകാശമെന്ന സൃഷ്ടിപ്പിൽ ഒരു ന്യൂനത, ഒരു വിടവ്, ഒരു കുറവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് റഹ്മാനായ റബ്ബ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. യൻഖലിബ് ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ. യൻഖലിബ് ഇലൈക നിന്നിലേക്ക് അത് വരും, അൽ ബസറു നിൻ്റെ കാഴ്ച, നിൻ്റെ കണ്ണ്, ഖാസിഅൻ എങ്ങനെ വരും? പരാജയപ്പെട്ട വിധത്തിലായിട്ടാണ്, പരാജയപ്പെട്ടുകൊണ്ടാണ് വരുന്നത്. അഥവാ അള്ളാഹുവിൻ്റെ ആ ഒരു ആകാശം എന്ന സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ന്യൂനത ഉണ്ടോ നോക്കി 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 ഇല്ല, ഒരു ന്യൂനതയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പരാജയപ്പെട്ട് ആ കാഴ്ച നിന്നിലേക്ക് തിരിച്ചു വരും. വഹുവ ഹസീർ എങ്ങനെ വരുന്നത്? ക്ഷീണിച്ചുകൊണ്ടാണ്. ഒരുപാട് തവണ നോക്കി 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 ക്ഷീണിച്ചു, ഒരുപാട് തവണ നോക്കി നോക്കി തളർന്നിരിക്കുകയാണ് കാഴ്ച. പരാജയപ്പെട്ടിട്ടാണ് ആ കാഴ്ച നിന്നിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോഴും ഒരു കുറവ്, എന്തെങ്കിലും ഒരു ചെറിയ ന്യൂനത നിന്നെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കുകയില്ല. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, ഇന്നക ലൗ കറർതൽ ബസർ മഹ്മാ കറർത ലൻഖലിബ് ഇലൈക. അല്ലേ, നീ എത്ര കാഴ്ചയെ ആവർത്തിച്ചാലും നിന്നിലേക്ക് ആ കാഴ്ച വരും. ലറജ ഇലൈക്കൽ ബസറു ഖാസിഅൻ, അത് പരാജയപ്പെട്ട രീതിയിലാണ് നിന്നിലേക്ക് വരിക. എന്തിനാണ് പരാജയപ്പെടുന്നത്? അൻ യറാ ഐബൻ ഔ ഖലലൻ, എന്തെങ്കിലും ഒരു ന്യൂനത, എന്തെങ്കിലും ഒരു വിടവ്, എന്തെങ്കിലും ഒരു കുറവ് കാണുന്ന വിഷയത്തിലാണ് അത് പരാജയപ്പെടുന്നത്. മാത്രമല്ല വഹുവ ഹസീർ, അത് ക്ഷീണിച്ചിട്ടുണ്ട്.
ഐ കലീലുൻ ഖദിൻ ഖതഅ മിനൽ ഇഅയാഇ മിൻ കസറത്തി തകറുർ വല യറാ നഖസൻ. ആവർത്തിച്ചാവർത്തിച്ച് നോക്കിയത് കാരണത്താൽ അത് ക്ഷീണിച്ചിട്ടുണ്ട്, അതാകെ തളർന്നിട്ടുണ്ട്. അതിനാണെങ്കിൽ ആ തളർച്ചയിലും അതിനൊരു ന്യൂനതയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ പറയുകയാണ്. അപ്പോൾ ഈ ആയത്തിൻ്റെ മൊത്തത്തിൽ അർത്ഥം എന്താണ്? പിന്നീട് 2 തവണ നീ നിൻ്റെ കണ്ണിനെ തിരിച്ചു കൊണ്ടുവരൂ, അഥവാ ആവർത്തിച്ച് നീ നിൻ്റെ കണ്ണിനെ തിരിച്ചു കൊണ്ടുവരൂ എന്നർത്ഥം. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നാലോ നിൻ്റെ അടുത്തേക്ക് ആ കണ്ണ് പരാജയപ്പെട്ട നിലയിലും പരവശമായിക്കൊണ്ടും, പരവശമാകുക എന്ന് പറഞ്ഞാൽ അത് ക്ഷീണിച്ചുകൊണ്ട് തളർന്ന അവസ്ഥയിലും നിന്നിലേക്ക് മടങ്ങി വരും എന്നർത്ഥം. അതാണ് ഈ ആയത്തിൻ്റെ അർത്ഥവും അതുകൊണ്ടുള്ള ഉദ്ദേശവും. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ആയത്തിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കണക്റ്റ് ചെയ്യാനുള്ള, ജീവിതത്തിൽ പഠിക്കാനുള്ള പാഠം എന്താണ്? ഈ വിശാലമായ ആകാശത്തിലേക്ക് നമ്മൾ നോക്കുകയാണ് എങ്കിൽ നമ്മളൊക്കെ എത്ര നിസാരമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ആകാശത്തിലേക്ക് ആവർത്തിച്ച് നമ്മളോട് നോക്കാൻ പറയുമ്പോൾ നമ്മളൊക്കെ ആകാശമെന്ന സൃഷ്ടിപ്പിനെയും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തെയും നമ്മൾ കണക്റ്റ് ചെയ്യുമ്പോൾ, സാമ്യപ്പെടുത്തുമ്പോൾ നമ്മളെത്ര ചെറുതാണ്, നമ്മളെത്ര നിസ്സാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം എത്രയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു മാഹാത്മ്യം എത്രയാണ് നമ്മുടെ മനസ്സിനെ ഈ കാഴ്ച നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മളെത്ര ന്യൂനത തിരഞ്ഞാലും, നമ്മളെത്ര കുറവുകൾ അന്വേഷിച്ചാലും, പൊതുവിൽ മനുഷ്യർ ന്യൂനതകൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകളാണ്. ഒരുപാട് ആളുകൾ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മളത് കണ്ടെത്തും. എന്നാൽ അങ്ങനെ ഒന്ന് കണ്ടെത്താൻ നമുക്ക് ഒരിക്കലും സാധിക്കാത്ത സംഗതിയാണിത്. നമ്മുടെ ഒരു നിസ്സാരതയാണ്, നിസ്സഹാവസ്ഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ ബോധ്യപ്പെടുന്നത്. മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴൊതുങ്ങുകയില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക്, അവൻ്റെ സൃഷ്ടിപ്പിന്, അവൻ്റെ മഹാ അത്ഭുതങ്ങൾക്ക് കീഴൊതുങ്ങുക എന്നത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിക്കപ്പുറത്ത്, നമ്മുടെ ചിന്തക്കപ്പുറത്ത്, നമ്മുടെ കാഴ്ചക്കപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇത്തരത്തിലുള്ള വലിയ വലിയ സൃഷ്ടിപ്പുകൾ നമുക്കൊരിക്കലും എത്തിപ്പിടിക്കാനും നമുക്ക് നമ്മുടെ ഗവേഷണങ്ങൾ കൊണ്ട് നമുക്ക് കണ്ടെത്താനും കഴിയാത്ത ഒരുപാട് മഹാത്ഭുതങ്ങളുണ്ട് റഹ്മാനായ റബ്ബ് സൃഷ്ടിച്ചു വെച്ചത്. അവിടെയെല്ലാം ഞാൻ നിസ്സാരനാണ്, അല്ലാഹുവേ ഞാനൊരു കേവലം അടിമയാണ്, ഞാനൊരു അടിയാത്തിയാണ് എന്ന ഒരു ചിന്തയോടുകൂടെ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ കൂടുതൽ വിനയപ്പെടാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ തൗബ ചെയ്ത് മടങ്ങാനുള്ള പ്രേരണയാകണം ഈ ആയത്ത് നമുക്ക് നൽകേണ്ടത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇവിടെ ആയത്തിൽ പറഞ്ഞതുപോലെ കററ്റൈൻ എന്ന് പറഞ്ഞില്ലേ, ആകാശത്തിലേക്ക് വീണ്ടും വീണ്ടും നോക്കണമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ ആവർത്തിച്ച് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ, ഓരോ തവണ നമ്മൾ ചിന്തിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ റഹ്മത്ത് എത്രയാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമുക്ക് കിട്ടിയ ചെറിയ നിഅമത്തുകൾ, ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ പ്രതിസന്ധികൾ അതുമാത്രം ആലോചിച്ച് അതിനെക്കുറിച്ച് മാത്രം വേവലാതിപ്പെടുന്നതിനു പകരം അള്ളാഹു നൽകിയ കോടാനുകോടി അനുഗ്രഹങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് അതിനെക്കുറിച്ച് ആലോചിക്കാനും അള്ളാഹുവിന് നന്ദി പറയാനും അൽഹംദുലില്ലാ, അള്ളാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയുമെന്ന് മനസ്സറിഞ്ഞ് പറയാനുള്ള ഒരു ശ്രദ്ധയാകണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിനെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.